മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴികൾ നേടി വ്യവസായി ബഗുണ്ട റോഡി മകൻ രാഘവ് എന്നിവരുടെ മൊഴിപ്പകർപ്പാണ് കെജ്രിവാളിനെ കാണിച്ചത്. PRS നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ED വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം ഡൽഹിയിൽ വീണ്ടും റെയ്ഡ് നടക്കുകയാണ്. AAP MLA ഗുലാബ് സിംഗിന്റെ വസതിയിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, വളരെയധികം നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ EDയുടെ നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഒരു വശത്ത് കെജ്രിവാളിനെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. മറുവശത്ത് മറ്റ് AAP നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകൾ, അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, മദ്യനയ അഴിമതി കേസിൽ നിർണായകമായ ദിവസങ്ങളാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് മുൻപിലും ഒപ്പം അന്വേഷണ ഏജൻസിക്ക് മുൻപിലുള്ളത്. കാരണം ഈ മാസം 28 വരെ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ, മൊഴികൾ അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് രേഖപ്പെടുത്താൻ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുക. അതിനായി ഇതുവരെ പിടിയിലായിട്ടുള്ള ആളുകളുടെ മൊഴി, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഒപ്പം BRS നേതാവ് കവിത ഇന്നുവരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ളത്. അവരെ അടുത്ത ദിവസങ്ങളിൽ കൂടി കസ്റ്റഡിയിൽ വിട്ടു നൽകാനുള്ള അപേക്ഷ നൽകി. ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള വ്യവസായ ഗ്രൂപ്പിൽ നിന്ന് ഈ അഴിമതി പണം ആം ആദ്മിയിലേക്ക് എത്തിക്കുന്നതിന് ഇടനിലയായി നിന്നിട്ടുള്ളത് വ്യവസായി വിജയ് നായരും BRS നേതാവ് കവിതയുമാണ്. അവരുടെ മൊഴികൾ ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ അഴിമതി പണം, ബാക്കി ഈ അഴിമതിയിലൂടെ കണ്ടെത്തിയിട്ടുള്ള പണം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. അത് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരം അരവിന്ദ് കെജ്രിവാളിന് അറിയാം എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ നിഗമനം. ഏകദേശം 600 കോടിയുടെ അഴിമതി നടത്തി എന്ന് കണ്ടെത്തുകയും അതിൽ 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിനിയോഗിച്ചതിന്റെ തെളിവുകൾ ഇതിനോടകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി പണം ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് കണ്ടെത്താനായിരിക്കും എൻഫോഴ്സ്മെന്റ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇതുവരെ പിടിയിലായിട്ടുള്ളവരുടെ മൊഴികൾ, ഒപ്പം നിലവിൽ കസ്റ്റഡിയിലുള്ളവരുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, ഇവയായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ചോദ്യം ചെയ്യുന്ന രീതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഡൽഹിയിൽ ED ഓഫീസിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. മാർച്ച് 28 വരെയാണ് അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടു നൽകിയിട്ടുള്ളത്. അതേസമയം രാജ്യ തലസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് ആം ആദ്മി നേതാക്കൾ, അതിഷി ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന പുതിയ വാദം എന്നുള്ളത് എന്തുകൊണ്ട് ഈ പണം പിടിച്ചെടുക്കാൻ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉന്നയിച്ചിരുന്ന വാദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ആം ആദ്മി നേതാക്കൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും അഴിമതി പണമുണ്ട് എന്ന് പറയുമ്പോൾ ആ പണം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന ചോദ്യമാണ് ഈ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ആം ആദ്മി വ്യക്തമാക്കുന്നത്. അപ്പം ആം ആദ്മിയിലെ അധികാര കസേര ഇനി ആര് നയിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യം കൂടിയാണ്. ജയിലിൽ നിന്ന് സർക്കാരിനെ അരവിന്ദ് കെജ്രിവാൾ തന്നെ നയിക്കും എന്ന പ്രഖ്യാപനമാണ് ആം ആദ്മി നടത്തുമ്പോഴും അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എത്രത്തോളം സാങ്കേതികപരമായി അത് സാധിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ദേശീയ കൺവീനറാണ് ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിന്റെ മുഖ്യമന്ത്രിയുമാണ് ഇപ്പോൾ ED കസ്റ്റഡിയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടിയുടെയും സർക്കാരിന്റെയും മുൻപോട്ട് പോക്ക് വലിയ ചോദ്യചിഹ്നമാണ്. അതിനിടയിൽ ഇന്ന് 12 മണിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത മാധ്യമങ്ങളെ കാണുമെന്നൊരു അറിയിപ്പ് ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ തന്നെ നൽകിയിട്ടുണ്ട്. അവർ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും, ഈ താൽക്കാലികമായി ഈ പാർട്ടിയുടെ നിയന്ത്രണം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സുനിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ്. ജിഷ്ണു, അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ AAPയിലെ മറ്റ് നേതാക്കളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ കെജ്രിവാളിനെ പിന്തുണച്ച മമത ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ മുൻനിര നേതാക്കളിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം ചെന്നെത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയല്ലേ? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒപ്പം ആം ആദ്മി നടത്തിയിട്ടുള്ള ഈ അനധികൃത പണമിടപാടുകളുമായി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ED നടത്തുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി നേതാവും MLAയുമായിട്ടുള്ള ഗുലാബ് സിംഗ് യാദവിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയപരമായ പിന്തുണ ഈ ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിന് വലിയ പിന്തുണ നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും അറസ്റ്റിന് ശേഷം ഈ
ED കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടതിന് ശേഷം വാക്കുകൾ കൊണ്ടുള്ള പ്രഖ്യാപനമല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ആം ആദ്മിക്കൊപ്പം നിൽക്കാനോ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആയാലും തയ്യാറായിട്ടില്ല. കാരണം അഴിമതി കേസിലാണ്, കള്ളപ്പണ ഇടപാട് കേസിലാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ പിന്തുണച്ച് മുൻപോട്ട് പോയാൽ അത് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാക്കും എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഒരു വലിയ പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകടമായ പ്രതിഷേധത്തിലേക്ക് ഈ പ്രതിപക്ഷ കക്ഷികൾ കടക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടുകൂടി ഈ പണം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ ഏജൻസിക്കുണ്ട്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട റെയ്ഡുകളും തുടർന്നുള്ള അറസ്റ്റുകളും ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിഷ്ണു. യെസ്, വ്യക്തമാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ചോദ്യമുനയിലാണ്, EDയുടെ ചോദ്യമുനയിലാണ് അരവിന്ദ് കെജ്രിവാൾ. ശക്തമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.